നമസ്കാരം. SSLC ഫൈനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൻ്റെ മൂന്നാം ഭാഗത്തേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് SSLC ഫൈനൽ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള തേർഡ് ടേമിൽ പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. ഇവിടെ 2018, 2019, 2020 വർഷങ്ങളിൽ ഫൈനൽ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള മൂന്നാം ടേം പാഠഭാഗങ്ങളിൽ നിന്നും ചോദിച്ചിട്ടുള്ള സോഷ്യൽ സയൻസ് 1, 2 അവയിലെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും സ്വാഗതം. SS1 2018 മാർച്ച് മാസം 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് കേരള ടുവേർഡ്സ് മോഡേണിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിരിക്കുന്നത്. അതിതാണ്: അറേഞ്ച് ദ ഫോളോയിങ് ഈവൻറ്റ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. തന്നിരിക്കുന്ന സംഭവങ്ങളെ അതിൻ്റെ കാലക്രമാനുഗതമായി എഴുതുക, കാലഘടനാക്രമത്തിൽ എഴുതുക. ഗുരുവായൂർ സത്യാഗ്രഹ, നിവർത്തന പ്രക്ഷോഭം, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഇൻ ട്രാവൻകൂർ, വൈക്കം സത്യാഗ്രഹം, ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. അതിൽ ആദ്യം നടന്ന സംഭവം ആദ്യം എന്ന നിലയിൽ എഴുതണം. ദ വൈക്കം സത്യാഗ്രഹ 1924, ദ ഗുരുവായൂർ സത്യാഗ്രഹ 1931, നിവർത്തന പ്രക്ഷോഭം 1932, ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ 1936. ഈ ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ 4 മാർക്ക് ഇതിന് ലഭിക്കുന്നതാണ്. 2019 മാർച്ച് മാസം ഈ ചാപ്റ്ററിൽ നിന്നും ചോദിച്ച 3 മാർക്കിൻ്റെ ഒരു ചോദ്യം ഇതാണ്: എക്സ്പ്ലെയിൻ ദ റെസിസ്റ്റൻസ് ഓഫ് കേരളവർമ്മ പഴശ്ശിരാജ എഗൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ മലബാർ. മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഉള്ള കേരളവർമ്മ പഴശ്ശിരാജയുടെ ആ ചെറുത്തുനിൽപ്പ്, അതിൻ്റെ കാരണമാണ് അവിടെ എഴുതേണ്ടത്. അതിൻ്റെ ആൻസർ എഴുതുമ്പോൾ നമ്മൾ പറയണം: പഴശ്ശി ലെഡ് ദ റെസിസ്റ്റൻസ് എഗൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ മലബാർ. British promised Pazhassi the right to collect tax from Kottayam region is rewarded for helping them in the war against Mysore. മൈസൂർ സുൽത്താൻമാർക്കെതിരായ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചു കഴിഞ്ഞാൽ കോട്ടയം റീജിയണിൽ നിന്നും ടാക്സ് പിരിക്കുന്നതിനുള്ള അവകാശം പഴശ്ശിക്ക് നൽകാമെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്നു. ബട്ട് ദേ റിഫ്യൂസ്ഡ് ടു കീപ് ദെയർ പ്രോമിസ്. Thereby he organized people and fought against the injustice of British. 3 മാർക്കിൻ്റെ ചോദ്യമാണിത്. ഈ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള 3 മാർക്കിൻ്റെ മറ്റൊരു ചോദ്യം പ്രിപ്പയർ എ നോട്ട് ഓൺ മലബാർ റെബല്യൺ എന്നതാണ്. 1921 മലബാർ കലാപത്തെക്കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കുക. ഇതെഴുതുമ്പോൾ ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ കുറിച്ചും അതിൻ്റെ വളർച്ചയെക്കുറിച്ചും 1921 മലബാർ റെബല്യനെ കുറിച്ചും എഴുതണം. ദ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ബിക്കം സ്ട്രോങ് ഇൻ മലബാർ. ദർ വർ ഡയറക്റ്റ് ഫൈറ്റ് ബിറ്റ്വീൻ ദ British in several places in Malabar. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്സ്. Majority of the persons were Muslim. They fought against British exploitation. This known as മലബാർ റെബല്യൻ എന്ന രീതിയിൽ ആ ചോദ്യത്തിന് ഉത്തരം എഴുതണം. 3 മാർക്കാണ് അതിന്. 2020 മാർച്ച് മാസം ഈ ചാപ്റ്ററിൽ നിന്നും 4 മാർക്കിൻ്റെ ഒരു ചോദ്യം ആണ് ചോദിച്ചിട്ടുള്ളത്. മാച്ച് ദ ഫോളോയിങ് എന്ന വിഭാഗത്തിൽ. ലിങ്ക് കോളം എ വിത്ത് അപ്രോപ്രിയേറ്റ് ഐറ്റംസ് ഫ്രം കോളം ബി. GP പിള്ള, സവർണജാഥ, ഡോക്ടർ പൽപ്പു, നിവർത്തന പ്രക്ഷോഭം, C കേശവൻ, മലയാളി മെമ്മോറിയൽ, മന്നത്ത് പത്മനാഭൻ, ഈഴവ മെമ്മോറിയൽ എന്ന രീതിയിലാണ് തന്നിട്ടുള്ളത്. അത് അനുയോജ്യമായവ മാച്ച് ചെയ്ത് എഴുതുക. അപ്പം GP പിള്ള നമുക്കറിയാം മലയാളി മെമ്മോറിയലാണ്, ഡോക്ടർ പൽപ്പു ഈഴവ മെമ്മോറിയലാണ്, C കേശവൻ നിവർത്തന പ്രക്ഷോഭം, മന്നത്ത് പത്മനാഭൻ സവർണജാഥ. ഈ രീതിയിൽ എഴുതിയാൽ ഒരു പോയിൻറ്റിന് 1 മാർക്ക് എന്ന നിലയിൽ 4 മാർക്ക് ലഭിക്കും. സോഷ്യോളജി വാട്ട് വൈ എന്ന ചാപ്റ്ററിൽ നിന്നും 2018 മാർച്ച് മാസം ചോദിച്ച ചോദ്യം ഏതാണെന്ന് നോക്കാം. വാട്ട് ഈസ് മെൻ ബൈ ഒബ്സർവേഷൻ മെത്തേഡ് ഓഫ് സ്റ്റഡി? മെൻഷൻ ദ 2 ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻസ് അപ്ലൈഡ് ഇൻ ദ സ്റ്റഡി ഓഫ് സോഷ്യോളജി. 3 മാർക്കിൻ്റെ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ: ഒബ്സർവേഷൻ ഈസ് എ മെത്തേഡ് ബൈ വിച്ച് വാട്ട് എവർ ഈസ് സീൻ, ഹേർഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഈസ് റെക്കോർഡഡ് ട്രൂത്ത്ഫുള്ളി. ഇൻഫർമേഷൻ ദസ് കളക്റ്റഡ് ഡയറക്ട്ലി ഹെൽപ്സ് ഇൻ കറക്റ്റ് അസസ്മെൻറ്റ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻസ്: പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ആൻഡ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ.
3 മാർക്കിൻ്റെ ചോദ്യമാണിത്. 2019 മാർച്ച് മാസം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് 3 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. അതിതാണ്: ഇൻ്റർവ്യൂ ആൻഡ് സോഷ്യൽ സർവേ ആർ ദ 2 മെത്തേഡ്സ് ഓഫ് സ്റ്റഡി ഇൻ സോഷ്യോളജി. റൈറ്റ് എ നോട്ട് ബൈ കമ്പയറിംഗ് ദം. ഇൻ്റർവ്യൂ, സോഷ്യൽ സർവേ ഇവ കമ്പയർ ചെയ്യാനാണ്. ഇൻ്റർവ്യൂ helps to know and analyze the attitude, view, belief and habit. സോഷ്യൽ സർവേ അതേ അവസരത്തിൽ ഹെൽപ്സ് ടു ഫോമുലേറ്റ് കോംപ്രിഹെൻസീവ് വ്യൂ പോയിൻ്റ് ഓഫ് ദ ടോപ്പിക്. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. 2020 മാർച്ച് മാസം ചോദിച്ച ചോദ്യവും 3 മാർക്കിൻ്റേതാണ്. അതിതാണ്: റൈറ്റ് എ നോട്ട് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്റ്റഡി ഓഫ് സോഷ്യോളജി. അതിന് ആൻസർ എഴുതുമ്പോൾ സോഷ്യോളജി പഠിക്കുന്നത് അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഹെൽപ്സ് ടു ഫോർമുലേറ്റ് ദ റൈറ്റ് പെർസ്പെക്റ്റീവ് ഓഫ് സൊസൈറ്റി, helps to get an objective knowledge of one's society and other societies, helps to know the relation between the individual and the social institutions, studies social problems precisely, helps to find a solution for social problems, benefits social planning and development, provides guidance to social welfare measures by conducting studies on the backward sections, the exploited and people who have faced discrimination and oppression. 3 മാർക്കിൻ്റെ ചോദ്യമാണ് ഇത്. സോഷ്യൽ സയൻസ് 2-ൽ നിന്നും റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ എന്ന ചാപ്റ്ററിൽ നിന്നും 2018 മാർച്ച് മാസം ചോദിച്ച 2 ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം 1 മാർക്കിൻ്റെയാണ്. അതിതാണ്: വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് ദ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് റബ്ബർ? നമുക്കറിയാം, കേരള ആണ് ഉത്തരം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ലിസ്റ്റ് ഔട്ട് ദ റീജിയൻസ് ഇൻ ഇന്ത്യ വെയർ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഈസ് ലാർജ്ലി യൂസ്ഡ്. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് നല്ല രീതിയിൽ കൂടുതലായി ഉപയോഗിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? അതിൻ്റെ 3 മാർക്കാണ് ആ ചോദ്യത്തിന്. അതിൻ്റെ ആൻസർ ഇതാണ്: ഗംഗ ബ്രഹ്മപുത്ര റിവേഴ്സ് ആൻഡ് ദെയർ ട്രിബ്യൂട്ടറീസ്, ഗോദാവരി കൃഷ്ണ റിവേഴ്സ് ആൻഡ് ദെയർ ട്രിബ്യൂട്ടറീസ്, ബക്കിംഗ്ഹാം കനാൽ ഓഫ് ആന്ധ്ര തമിഴ്നാട് റീജിയൻ, മാൻറ്റോവി ആൻഡ് സുമാരി റിവേഴ്സ് ഓഫ് ഗോവ, ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള. 2019 മാർച്ച് മാസം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് 1 ചോദ്യമാണ്, 3 മാർക്കിൻ്റെ. റൈറ്റ് ഡൗൺ ദ ജിയോഗ്രഫിക്കൽ റിക്വയർമെൻറ്റ്സ് ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് വീറ്റ് ഇൻ ഇന്ത്യ. വീറ്റ് കൾട്ടിവേഷന് ആവശ്യമായ ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയിൽ? ആൻസർ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം: വീറ്റ് ഈസ് എ റാബി ക്രോപ്പ്, ഇറ്റ് ഈസ് ദ സെക്കൻഡ് മേജർ ഫുഡ് ക്രോപ്പ് ഇൻ ഇന്ത്യ, വെൽ ഡ്രെയിൻഡ് അലൂവിയൽ സോയിൽ, ടെമ്പറേച്ചർ 10 ഡിഗ്രി ടു 26 ഡിഗ്രി സെൽഷ്യസ് ആവശ്യമാണ്, 75 സെൻറ്റിമീറ്റർ റെയിൻഫോൾ. അതുപോലെ ഇൻ ഇന്ത്യ മെയിൻലി ഡിപ്പെൻഡൻ്റ് ഓൺ ഇറിഗേഷൻ. ഇത്രയും പോയിൻറ്റുകൾ ആവശ്യമാണ്. 2020 മാർച്ച് മാസം ഈ ചാപ്റ്ററിൽ നിന്നും 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, നെയിം ദ ഫസ്റ്റ് പബ്ലിക് സെക്ടർ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഇൻ ഇന്ത്യ. 1 മാർക്കാണ് അത്. അതിൻ്റെ ആൻസർ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കോൾ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. കോൾ പ്രൊഡക്ഷനെക്കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. 3 മാർക്കാണ്. അതിന് ആൻസർ എഴുതുമ്പോൾ ഈ പറയുന്ന പോയിൻറ്റുകൾ എഴുതണം. കോൾ ഈസ് ദ മേജർ സോഴ്സ് ഓഫ് തെർമൽ പവർ ഇൻ ഇന്ത്യ. കോൾ ഈസ് എ മേജർ ഇൻഡസ്ട്രിയൽ ഫ്യൂവൽ. മോസ്റ്റ് ഓഫ് ദ കോൾ ഫൗണ്ട് ഇൻ ഇന്ത്യ ഈസ് ഓഫ് മീഡിയം ഗ്രേഡ് ഓഫ് ബിറ്റ്മിനസ് ടൈപ്പ്. വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ ആൻഡ് ഛത്തീസ്ഗഡ് ആർ ദ പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്സ്. The largest coal field in India is Jharia in Jharkhand. The less energy efficient coal, namely lignite, is found in Neyveli in Tamil Nadu. ഇത്രയും പോയിൻ്റ് എഴുതിയാൽ 3 മാർക്ക് ലഭിക്കും. 2020 മാർച്ച് മാസം ഈ ചാപ്റ്ററിൽ നിന്നും 1 ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്, 3 മാർക്കിൻ്റെ. അതിതാണ്: ഐഡൻറ്റിഫൈ എനി 3 അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഫൗണ്ടഡ് ഇൻ ഇന്ത്യ വിത്ത് ദ അസിസ്റ്റൻസ് ഓഫ് ഫോറിൻ കൺട്രീസ്. ഏതെങ്കിലും 3 എണ്ണം എഴുതുക. ഭിലായി സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. ഇതിലേതെങ്കിലും 3 എണ്ണത്തിൻ്റെ പേരെഴുതിയാൽ 3 മാർക്ക് ലഭിക്കും. ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സർവീസസ് എന്ന ചാപ്റ്ററിൽ നിന്നും 2018 മാർച്ച് മാസവും 2020 മാർച്ച് മാസവും ചോദിച്ച ഒരു സെയിം ക്വസ്റ്റ്യൻ ഉണ്ട്. അതിതാണ്: കോഓപ്പറേഷൻ, സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് ആർ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ്
എ കൊമേഴ്സ്യൽ ബാങ്ക്സ്, ബി കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, സി നബാർഡ്, ഡി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആൻസർ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. 1 മാർക്കാണ് ഈ ചോദ്യത്തിന്. 2018 മാർച്ച് മാസം ചോദിച്ച മറ്റൊരു ചോദ്യം ഇതാണ് ഈ ചാപ്റ്ററിൽ നിന്നും. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫിക്സഡ് ഡിപ്പോസിറ്റ്സ്? 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ആൻസർ എഴുതുമ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ ഫീച്ചേഴ്സ് എഴുതണം. ഡിപ്പോസിറ്റ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം, ദ ഇൻട്രസ്റ്റ് ഈസ് ഹൈ, ഇഫ് വിത്ഡ്രോ ബിഫോർ മെച്യൂരിറ്റി ഇൻട്രസ്റ്റ് ഈസ് ലോ, ഫിക്സഡ് ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ് ക്യാൻ യൂസ് ആസ് എ കൊളാറ്ററൽ സെക്യൂരിറ്റി. ഇത്രയും എഴുതി കഴിഞ്ഞാൽ 3 മാർക്ക് ലഭിക്കും. 2019 മാർച്ച് മാസം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച 1 മാർക്കിൻ്റെ ഒരു ചോദ്യം ഇതാണ്. വുമൺ എംപവർമെൻറ്റ് ഈസ് ഇന്ത്യൻ എംപവർമെൻറ്റ് ഈസ് ദ സ്ലോഗൻ ഓഫ് മുദ്ര ബാങ്ക്, മഹിളാ ബാങ്ക്, എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ, ഡെവലപ്മെൻറ്റ് ബാങ്ക്. ആൻസർ മഹിളാ ബാങ്ക് എന്നതാണ്. 2020 മാർച്ച് മാസം ചോദിച്ച 3 മാർക്കിൻ്റെ ഒരു ചോദ്യം ഇതാണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? അതിൻ്റെ ആൻസർ എഴുതുമ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതിയിരിക്കണം. പ്രിൻറ്റിംഗ് ഓഫ് കറൻസി, കൺട്രോളിംഗ് ക്രെഡിറ്റ്, ബാങ്കർ ടു ഗവൺമെൻറ്, ബാങ്കേഴ്സ് ബാങ്ക്. ഇതൊക്കെ റിസർവ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്നും 2018 മാർച്ച് മാസവും 2019 മാർച്ച് മാസവും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു സെയിം ക്വസ്റ്റ്യനാണ്. റൈറ്റ് എനി 4 സിറ്റുവേഷൻ വെയർ കംപ്ലൈൻറ്റ്സ് അബൌട്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് ക്യാൻ ബി ഫയൽഡ്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. കംപ്ലൈൻറ്റ് കൺസ്യൂമേഴ്സിന് എങ്ങനെയാണ്, ഏതെല്ലാം സാഹചര്യത്തിലാണ് കൺസ്യൂമേഴ്സ് കംപ്ലൈൻറ്റ് കൊടുക്കുക? പ്രധാന പോയിന്റുകൾ എഴുതണം. വെൻ ദ പർച്ചേസ്ഡ് പ്രോഡക്റ്റ് ഈസ് ഡാമേജ്ഡ് ഓർ ഡിഫക്റ്റീവ്, ഡിഫക്റ്റീവ് സർവീസസ് റിസീവ്ഡ് ഫ്രം ഗവൺമെൻറ്, നോൺ ഗവൺമെൻറ്, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, private institutions, appropriation of price over and above the amount legally fixed or marked on the outer casing, violation of the prevention of adulteration law, sale of products which are harmful to life and safety, loss due to trading methods which led to unfair practices and limited consumer freedom. ഈ സാഹചര്യത്തിലൊക്കെ ഒരു കൺസ്യൂമറിന് പരാതിപ്പെടാൻ വേണ്ടി കഴിയും. 2019 മാർച്ച് മാസം ഈ ചാപ്റ്ററിൽ നിന്നും ചോദിച്ച ചോദ്യം ഇതാണ്. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്കിംഗ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ്. 4 മാർക്കാണ്. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് ദാറ്റ് എൻഷുവേഴ്സ് ദ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് സ്റ്റാൻഡേർഡ്സ്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് എൻഷുവേഴ്സ് ദ ക്വാളിറ്റി ഓഫ് ഫുഡ് പ്രോഡക്ട്സ്. സെൻട്രൽ ഡ്രഗ്സ് പ്രൈസ് കൺട്രോൾ കമ്മിറ്റി controls price of medicine. Drugs Control Department ensures the quality and safety of medicines. Food Safety and Standard Authority of India ensures the quality of food products at various stages like production, distribution, storage, sale and import. 4 മാർക്കാണ് ഈ ചോദ്യത്തിന്. 2020 മാർച്ച് മാസം ഈ ചാപ്റ്ററിൽ നിന്നും 4 മാർക്കിൻ്റെ വീതം 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം ഇതാണ്. എക്സ്പ്ലെയിൻ ദ വേരിയസ് സർക്കംസ്റ്റാൻസസ് വെയർ ദ കൺസ്യൂമേഴ്സ് ആർ എക്സ്പ്ലോയിറ്റഡ് ഓർ ചീറ്റഡ്. ഇതിൻ്റെ ആൻസർ വരേണ്ട പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. സെല്ലിംഗ് ലോ ക്വാളിറ്റി പ്രോഡക്ട്സ്, അഡൾട്ടറേഷൻ, ചാർജിങ് എക്സസ് പ്രൈസ്, മാനിപ്പുലേഷൻ ഇൻ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, ഡിലേ ഇൻ മേക്കിംഗ് സർവീസസ് അവൈലബിൾ, ഫോൾസ് ക്ലെയിംസ്, സബ്സ്റ്റാൻഡേർഡ് പ്രോഡക്ട്സ്. ഇതൊക്കെയാണ് അതിൻ്റെ ആൻസറായി വരേണ്ടത്. 4 മാർക്കാണ്. രണ്ടാമത് ചോദിച്ച ചോദ്യം. ലിസ്റ്റ് ഔട്ട് ദ ആക്ട്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ കൺസ്യൂമേഴ്സ് റൈറ്റ്സ് എപ്പാർട്ട് ഫ്രം ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. അതിൽ വരേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആക്ട് 1937, എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1955, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആക്ട് 1976 എന്നതാണ്. ഇത്രയും എഴുതിയാൽ അതിന് 4 മാർക്ക് ലഭിക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് സഹായകരമാകുന്നതിന് വേണ്ടി 2018, 2019, 2020 വർഷങ്ങളിൽ ഫൈനൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് 3 വീഡിയോകളിലൂടെ നമ്മളിവിടെ വിശകലനം ചെയ്തിട്ടുള്ളത്. മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്.
ചോദ്യങ്ങൾ പലതും പലപ്പോഴും ആവർത്തിച്ച് വരുന്നതായി കാണാം. അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ നമ്മൾ വളരെയേറെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏതെല്ലാം രീതികളിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഏതെല്ലാം ചാപ്റ്ററിൽ നിന്നും എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. 1, 2 ഭാഗം വീഡിയോയുടെ ഫസ്റ്റ്, സെക്കൻഡ് പാർട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി.